ആരാണ് ഈ സിംസൺ എന്നുള്ളത്? അത് ബ്രിട്ടീഷുകാരനാണോ, അല്ലെങ്കിൽ അമേരിക്കക്കാരനാണോ, ആംഗ്ലോ ഇന്ത്യൻ ആണോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ അധികകാലമായിട്ടില്ല, അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ ഭൂതപ്പാണ്ടിക്കൊക്കെ സമീപം നമ്മുടെ സഖ്യപർവ്വതത്തിൻ്റെ ഒരു എൻഡായിട്ട് വരും. അവിടെ കരിമ്പാറമല എന്ന് പറയുന്നത് ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ ഇന്നും ആ പഴയ പ്രൗഢിയോടുകൂടി തന്നെ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അവിടെ സമീപവാസിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി എനിക്കവിടെ ചെല്ലാൻ കഴിഞ്ഞു. ഏതാണ്ട് ഒരു എത്രയോ അടി മുകളിലൊരു ഓഫ് റോഡാണ്, മെയിൻ റോഡല്ല, നമ്മുടെ ഈ സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു പാതയല്ല അവിടെ ഉണ്ടായിരുന്നത്. അതൊരു ഓഫ് റോഡാണ്. അവിടെ ചെന്നപ്പോഴാണ്, അപ്പം നമ്മൾ ഒന്ന് തേടി പോകുമ്പോൾ മറ്റൊന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സിംസൺ ആരാണെന്നുള്ള അന്വേഷണത്തിൽ പോയപ്പോൾ ചരിത്രം അവിടെ നിൽക്കുന്നില്ല. പിന്നെയും സിംസന്റെ അമ്മയിലേക്ക്, അച്ഛനിലേക്ക്, സിംസന്റെ അപ്പൂപ്പനിലേക്ക്, പിന്നെ സിംസൺ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഹെറാൾഡ് സിംസൺ എന്നാണ് അദ്ദേഹം മേജർ പദവി ഉണ്ടായിരുന്ന ആളാണ്. ബ്രിട്ടീഷ് ആർമിയിൽ അദ്ദേഹം മേജർ പദവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധത്തിലും പങ്കെടുത്തു എന്നുള്ളൊരു ഇതുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ 18ാമത്തെ 19ാം വർഷത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. വളരെ ഇതായിട്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിലും പങ്കെടുത്തു എന്നുള്ളതാണ്.